അവനൊരു ഓട്ടോക്കാരനാണ് കേട്ടോ. എന്തോ ഒരു പുച്ഛം തെളിയിക്കുന്നത് പോലെ തോന്നും ആ ഒരു വാചകത്തിൽ. യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാ ആൾക്കാരും ഒരിക്കലെങ്കിലും ഈ വാഹനത്തെ ആശ്രയിച്ചിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും ആരോരുമില്ലാത്തവർക്ക് അവർക്ക് മരുന്ന് വാങ്ങുന്നതിനും ഭക്ഷണം വാങ്ങുന്നതിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനും ഏതു പാതിരാത്രിക്ക് വിളിച്ചാലും വീട്ടുപടിക്കലെത്തുന്ന ഒരേ ഒരു വാഹനം ഓട്ടോറിക്ഷയാണ്. കേരളത്തിലെ ജനങ്ങളിൽ ഇത്രമാത്രം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വാഹനവുമില്ല. എന്നിട്ടും അവനെന്തോ ഓട്ടോക്കാരനാണ് അത്രേ. ഏത് വിലപിടിപ്പുള്ള സാധനം നിങ്ങൾ ആ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന വാഹനത്തിൽ വെച്ച് മറന്നുപോയാൽ തിരികെ കിട്ടുന്ന ഏക വാഹനം ഓട്ടോറിക്ഷ തന്നെയാണ്. ആപത്തിൽ സഹായിക്കുന്നവർ, ലോകത്തിലുള്ള ഏത് കാര്യത്തെപ്പറ്റിയും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നവർ, ഏത് വാർത്തയും ആദ്യം തന്നെ നമ്മളിൽ എത്തിക്കുന്നവർ, ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഓട്ടോറിക്ഷക്കാർക്ക്. എന്നിട്ടും അവർക്കെന്തേ ഇത്തരത്തിലൊരു പുച്ഛവാചകം, അവനൊരു ഓട്ടോറിക്ഷക്കാരനാണെന്ന്. സമൂഹത്തിൽ നിരവധി ആൾക്കാർ നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഏതൊരു അപകടമുണ്ടായാലും ആ വാഹനം നിർത്തി ഓടിച്ചെല്ലുന്നവൻ ആദ്യം ഓട്ടോക്കാരനായിരിക്കും. മനസ്സാക്ഷിയുടെ കാര്യത്തിൽ ഭൂരിപക്ഷം ഓട്ടോക്കാരും ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മനസ്സാക്ഷിയുള്ളവരാണ്. ചുരുക്കം ചിലർ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകാം ശകലം പേരുദോഷം കേൾപ്പിക്കുന്നവർ. പക്ഷേ ഓട്ടോറിക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവാണ്. നിത്യജീവിതത്തിൽ ഇത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വാഹനവും കേരളത്തിലെ ജനങ്ങൾക്ക് കാണുവാൻ കഴിയില്ല. പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു.